ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. മെയ് 15 മെയ് 15 നിങ്ങൾ ജനിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കാം. സോ മെയ് 15 പോണായിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, 5 of Cups, Knight of Pentacles, Temperance energy. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 5 of Cups എനർജിയാണ്. നിങ്ങളുടെ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ആളുകളോട് കൂടുതൽ ഏതൊരു വികാരം ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നവരായിരിക്കും. അതായത് പ്രണയമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ പെട്ടെന്ന് സങ്കടം, അതായത് നിങ്ങൾക്ക് മറ്റ് ആളുകളുമായിട്ട് ചേർന്നിട്ട് കുറച്ച് റിസർവ്ഡ് ആയിരിക്കും നിങ്ങൾ. പലരെയും സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ ജീവിതം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എന്നിരുന്നാലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും സങ്കടം വരുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മുന്നോട്ടേക്ക് മറ്റാളുകളിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ, ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായാലും മതി, ചെറിയൊരു തമാശ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളെ സങ്കടപ്പെടുത്തുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് ചെറുപ്രായത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ആളുകളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് മാറി നിൽക്കാൻ സാധ്യത. അതായത് ജീവിതം തുടങ്ങുന്ന ചെറുപ്രായത്തിൽ നിങ്ങൾക്ക് ഒത്തിരി നെഗറ്റീവ് സൈഡ് ഉണ്ടാകുമ്പോൾ നെഗറ്റീവ് അനുഭവങ്ങൾ, തിക്താനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതുകൊണ്ട് പലപ്പോഴും നിങ്ങൾ പുതിയ ബന്ധങ്ങൾ, സൗഹൃദങ്ങളിലേക്ക് ആദ്യമായിട്ട് നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന കുറവായിരിക്കും. നിങ്ങളൊന്ന് മാറി നിൽക്കാൻ, ഈ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കാൻ ജീവിതത്തിൽ ചില ആളുകൾ ശ്രമിക്കാറുണ്ട്. കാരണം അവരുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ടിട്ടാവാം. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ കുറച്ച് ഷൈ ആയിരിക്കും. അത് ഷൈ ആയതുകൊണ്ടും ആ ഒരു ഷൈനസ് അല്ലെങ്കിൽ ഒരു ചമ്മലായിരിക്കും അങ്ങോട്ടേക്ക് പോയിട്ട് ആളുകളോട് സംസാരിക്കാനും ഒക്കെ. കാരണം ഒന്ന് നിങ്ങളെ തള്ളിപ്പറയുമോ എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ കൊണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ ആ അനുഭവങ്ങൾ കൊണ്ടിട്ട് പലപ്പോഴും മാറി നിൽക്കുന്നുണ്ടാവും. പല ആക്സിഡൻ്റലായിട്ട് സംസാരിച്ച് ഒത്തിരി സമയമെടുക്കും നിങ്ങൾക്ക് മറ്റുള്ളവരൊന്ന് വിശ്വസിച്ച് വരാനായിട്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ പല ചാലഞ്ചസും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒരാളോട് പോയിട്ട് ചോദിക്കാൻ, ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചൊന്ന് ഒത്തിരി ധൈര്യം സംഭരിക്കേണ്ടി വരുന്ന ഒരു രീതിയാണ്. എന്നിരുന്നാൽ ധൈര്യമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചില സാഹചര്യങ്ങൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ കുറച്ച് ധൈര്യം കുറവായിരിക്കും പറഞ്ഞ ആളുകളോട് സംസാരിച്ച് അതിലേക്ക് എത്താനായിട്ട്. അതേപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര ആ ഒരു ഇഷ്ടം, സ്നേഹം, പ്രണയമൊന്നും മറ്റുള്ളവരിൽ നിന്ന്, അർഹതപ്പെട്ട സ്നേഹം പോലും മറ്റുള്ളവരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വമായിട്ട് കാണിക്കുന്നത്, റിച്ച് ആയിരിക്കും നിങ്ങൾ. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയും, പല ആളുകളെ സംബന്ധിച്ച് ജന്മ ദിവസത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്, റിച്ചാണ്, വളരെ ഇൻ്റലിജൻ്റ് ആണ്, എങ്ങനെ പണം സമ്പാദിക്കാം, എങ്ങനെ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കാം, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അതേസമയം തന്നെ നമ്മൾ പറഞ്ഞു ഷൈ ആണ്, ചില കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പോയി പറയാം. അപ്പോൾ ധനം സമ്പാദിക്കാൻ എങ്ങനെ പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ചലഞ്ച് എന്ന് പറയുന്നത് ഓവർകമ്മിങ് ദ ഷൈനെസ്, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ചെന്ന് ഇറങ്ങി ഇനീഷ്യേറ്റീവ് എടുക്കുക എന്നുള്ളത്. ആ ഇനീഷ്യേറ്റീവ് നിങ്ങൾ എടുത്താൽ പിന്നെ നിങ്ങൾ മുന്നോട്ടേക്ക്, സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി മുന്നോട്ടേക്ക്, റിച്ച് എനർജിയാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഈ ചലഞ്ച് എന്ന് പറയുന്നത് അതിജീവിക്കുക. അത് അതിജീവിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ആ ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റുന്നത് എന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ യങ്ങായിരിക്കുമ്പോൾ ഒത്തിരി ആളുകൾക്ക് എന്താ പറയുക, നിങ്ങളുടെ മനസ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ജെനുവിൻ ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് നിങ്ങളോട്
അട്രാക്ഷൻ കൂടുതലായിട്ട് തോന്നും. നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ടാവും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഒരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ആ സൊല്യൂഷൻ നിങ്ങളെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ചില സാഹചര്യം നിങ്ങൾ പറയാൻ അത് മടിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഉള്ളിൽ വയ്ക്കുന്നതിനൊരു കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് പറയുമ്പോൾ അവരതെങ്ങനെ എടുക്കും എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടാവാം പലപ്പോഴും. പക്ഷെ നിങ്ങളോട് ഏറ്റവും അടുപ്പമുള്ള ആളുകൾ സാമ്പത്തിക കാര്യത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇനി അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ കൂടി ഇത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾ ആ ഒരു ധൈര്യക്കുറവ് കൊണ്ട് നിങ്ങൾ പോകുന്നില്ല അതിലേക്ക്. പക്ഷെ നിങ്ങൾക്ക് ഈ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേക അറിവാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ഫസ്റ്റ് മൂവ് എടുക്കണം എന്നുള്ളതാണ്. പേഴ്സണൽ ലൈഫിലാണ് കൂടുതലും, എന്നിരുന്നാലും മറ്റു കാര്യങ്ങളിലും അങ്ങനെയാണ്. മറ്റുള്ളവർ ഫസ്റ്റ് മൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രണയത്തിലോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ. അപ്പോൾ പ്രണയമൊക്കെ ഒരാളോട് ഇഷ്ടമൊക്കെ തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ പോയി പറയുക എന്നുള്ളത് ചിന്തിക്കാനേ പറ്റില്ല, അവരെ വന്ന് പറയുക എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വപ്നങ്ങളുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും വിവേകവും ബുദ്ധിയൊക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് കിട്ടണം. അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കുക. ഇനിഷ്യേറ്റീവ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, എളുപ്പം അല്ല പറയുന്ന പോലെ. പക്ഷേ ആ ഇനിഷ്യേറ്റീവ് നിങ്ങൾ എടുത്തേ പറ്റുമെങ്കിൽ മാത്രമാണ് മുന്നോട്ടേക്ക് പോവാം. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടെമ്പറൻസ് എനർജിയാണ്. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ ഒരു മടിയുണ്ടാവും. കാരണം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള മടി പൊതുവെ കൊണ്ടല്ല, പക്ഷേ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ്, പിന്നെ അത് പ്രത്യേകിച്ച് ആളുകളായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ഒക്കെ കുറച്ചൊന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കുറച്ചൊന്ന് ഐസൊലേറ്റഡ് ആയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ലോകത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുമാവാം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എപ്പോഴും അതുകൊണ്ട് തന്നെ ഈ റൊമാൻസ് അല്ലെങ്കിൽ പ്രണയമൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാം. പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. സോഷ്യൽ കുറച്ച് ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക, സോഷ്യലി തീരെ ഐസൊലേറ്റഡ് ആവാതിരിക്കാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ നിങ്ങൾക്ക് സഹായകരമായിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ സമയം ചെലവഴിക്കും മെഡിറ്റേറ്റ് ചെയ്യാം, പക്ഷേ സോഷ്യലി കുറച്ച് ആക്റ്റീവ് ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച് എല്ലാവരുമായിട്ട് ഒരുപോലെ സംസാരിക്കണം എന്നല്ല, കുറച്ച് പേരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങൾ വയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള റിസർച്ച്, ബിസിനസ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജോലിയിൽ സാധ്യതകൾ കൂടുതൽ നിൽക്കുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടാവും. അതിലൂടെയൊക്കെ അതിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.